വൈറ്റില മേൽപ്പാലത്തിൽ ലോറി കൈവരിയിലേക്ക് ഇടിച്ചു കയറി ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇത് സംഭവിച്ചത്. അനൂപ് ദാസ് സംഭവ സ്ഥലത്തു നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അനൂപ് ദാസ്, എന്താണ് ഈ അപകട കാരണമെന്നാണ് വ്യക്തമാവുന്നത്? വിവരങ്ങൾ എന്താണ്? മോത്തി, വൈറ്റില മേൽപ്പാലത്തിലേക്ക് ഇതാ എടപ്പള്ളി ഭാഗത്ത് നിന്ന് കയറുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. നമുക്കിതാ സർവീസ് റോഡിലേക്ക് പോകുന്ന ഭാഗവും താഴെ ഇപ്പുറത്തെ ഭാഗവും കാണാം. എങ്ങോട്ടേക്ക് പോകണമെന്നൊരു കൺഫ്യൂഷൻ ഡ്രൈവർക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആശ്വാസമുള്ള കാര്യം, ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. അതായത് ഡ്രൈവർ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടില്ല. അദ്ദേഹം ഇവിടെ പുറകിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കാം. എന്തായാലും തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്ന് കോട്ടയത്തേക്ക് ഇരുമ്പ് പൈപ്പുകളുമായി പോയ ഒരു ലോറിയാണിത്. പുലർച്ചെ 2 മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടു. ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ല എന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ പാലവും ഈ സ്ഥലവും ഒക്കെ നേരത്തെയും പലതവണ വാർത്തയിൽ വന്നതാണ്. കാരണം അപകടങ്ങളാണ്. മറ്റൊന്ന് ഇവിടുത്തെ ബ്ലോക്ക്, അതൊക്കെ കൊണ്ട് തുടർച്ചയായി പല തവണ അപകടം നടന്ന സ്ഥലമാണിത്. ഒരു കാര്യം, അവിടെ നീ എടപ്പള്ളി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാര്യമായ ബോർഡുകൾ ഇവിടെ ഇല്ല. അതായത് കോട്ടയം ഭാഗത്തേക്ക് പോകാനും അല്ലെങ്കിൽ നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകാനും എങ്ങനെ എന്നൊക്കെ കാണിക്കുന്ന ഒരു ബോർഡില്ല. അതുകൊണ്ട് പെട്ടെന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എങ്ങോട്ടേക്ക് പോകണം എന്നൊരു സംശയവും അത് ഇത്തരം അപകടങ്ങളിൽ കലാശിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ മാറും. ഇതിപ്പോൾ ഒരു ലോറി ആയതുകൊണ്ട് കാര്യമായ അപകടം, ആളുകൾക്ക് പരിക്ക് പറ്റുന്ന, അതല്ലെങ്കിൽ അതിലും വലിയ അപകടം ഉണ്ടാകുന്ന അവസ്ഥയൊന്നും ഉണ്ടായില്ല. ഒരു കാറാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ കണ്ണീരിലാഴ്ത്തുന്ന വാർത്ത വരുമായിരുന്നു. എന്തായാലും ഇവിടെ ഒരു ബോർഡ് ഉടനെ സ്ഥാപിക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ഇവിടെ സ്ഥിരം യാത്ര പോകുന്ന ഒരു ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ നമസ്കാരം. ഇതിനു മുമ്പ് ഒരു ആർച്ച് വെച്ചിട്ടുണ്ടായില്ലേ? ആർച്ച് വെച്ച് ഇതേപോലെ വണ്ടി ഇടിച്ചിട്ട് ഒരു 2-3 മാസം ആ വണ്ടി ഇവിടെ തന്നെ അടപ്പുണ്ടായി. അവർക്ക് 2-3 പേർക്കും പരിക്കണ്ടായിരുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡെയിലി യാത്ര ചെയ്യാനോട്. അപ്പം ഇവിടെ ചിലർ പറയുന്നത് ഇവിടെ ഒരു ബോർഡൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, സിഗ്നൽ പോലും ഇല്ല. സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര അപകടം ഒന്നും ഉണ്ടാവൂല. അതാണ് വിഷയം. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈകൾ ഇപ്പൊ മഴക്കാലങ്ങളൊന്നും ഈകളക്കണല്ലേ. അപ്പൊ പെട്ടെന്ന് ചവിട്ടി അറിയൂല. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാഹനം അങ്ങോട്ടുള്ള പെട്ടെന്ന് തെന്നി പോകും പെട്ടെന്ന്. ശരിയേട്ടാ. അപ്പം ഇദ്ദേഹം പറഞ്ഞതാണ് പ്രശ്നം. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ നന്നാക്കണം, ആളുകളുടെ ജീവനും സ്വത്തും ഒക്കെ അല്ലേ, അത് സംരക്ഷിക്കണ്ടേ എന്നതാണ് ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തോന്നുന്ന കാര്യം.